സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്നതാണ് ഇനി ഒരു കല്യാണം അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടേന്ന്. അത് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിക്കാഹ് പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പുള്ളി ഒരു ഭയങ്കര ഒരു ഡിസ്ട്രിക്ട് ഫസ്റ്റ് കിട്ടി, ഇനി സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ 500 അടയ്ക്കണം, നമുക്കൊരു കാര്യം കുറേ ക്യാഷ് വേണം. അപ്പം മമ്മിട്ട് നമുക്ക് ടെൻഷനാണ്, കാരണം നമ്മൾ വാടക കൊടുക്കേ പഠിപ്പിക്കേ എന്താ ചെയ്യേണ്ടത്. അപ്പം മമ്മി എന്തെങ്കിലും വളയോ മാലയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ബാങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോന്നോരോന്നും പണയം വെക്കും അല്ലെങ്കിൽ വിൽക്കും ഓരോ ആവശ്യങ്ങൾക്ക്. ചെറുപ്പത്തിൽ കണ്ണാടിയിൽ നോക്കി തോർത്ത് മുണ്ട് വെച്ച് ഡാൻസ് ചെയ്യലും അമ്മായിട്ട് അഭിനയിക്കലും ഒക്കെ ഒരു 3 വയസ്സ് 4 വയസ്സിലേ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ കുട്ടിക്ക് ഇടാവുന്നില്ല. ചേച്ചി എന്താ വിളിക്കുന്ന വീട്ടില്? എന്നെ വിളിക്കുക തെസി, തെസു. എന്നെ നല്ല ഇഷ്ടമുള്ള ഒരു തെസു എന്ന് വിളിക്കും, ടെക്നിക്കെന്നും വിളിക്കും. ഓ, കളിയാക്കി വിളിക്കുന്നതാണോ? അത് മിമിക്രിക്കാരി. അതുപോലെ സുൽഫിക്കറേ, സുൽഫിക്കർ അല്ല, എന്താണ് ലൂസിഫർ. സിനിമയാണോ? സിനിമയുടെ പറയുള്ളൂ. സുൽഫിക്കർ നിങ്ങളുടെ ഏതോ കസിനാന്ന് വിചാരിച്ചു. ഒരിക്കലല്ല, എല്ലാം തെറ്റിച്ചേ പറയുള്ളൂ. പിഷാരടീനെ ശങ്കരാടിന്ന് വിളിക്കുള്ളൂ. എത്ര എന്തുണ്ടെങ്കിലും ശങ്കരാടിയേ നിന്നെ കണ്ടിട്ട് എത്ര കാലം. നീ ഒരു സ്റ്റെബിലൈസറാന്നുള്ള കാര്യം മറക്കരുത്. മര്യാദയ്ക്ക് ഒരുങ്ങിയിട്ടൊക്കെ പോയിക്കോളണം എന്ന് പറയുന്നത്. അപ്പൊ സെലിബ്രേറ്റ് ചെയ്യാന്ന് എനിക്ക് മമ്മി അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മമ്മിയുടേതായ ഇംഗ്ലീഷ്, വേഗം വാ മധുമോഹൻ മരിച്ചു, വേഗം വാ എന്ന് പറഞ്ഞു. മധുമോഹൻ സാറോ? എൻ്റെ ഇതിന്റെ ഭാഗ്യത്തിന് മദ്രാസ് നമ്പർ കയ്യിലുണ്ടായിരുന്നു സാറിന്റെ. ഞാൻ വേഗം സാറിനെ വിളിച്ചപ്പോൾ ബോംബെയിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ ഫോൺ വന്നിരുന്നു. അവിടെ ഇപ്പൊ രാത്രിയായോ പകലായോ? ബോംബെയിൽ വഴക്കല്ല, സ്വാർത്ഥത ഉണ്ട് ഭയങ്കര. എന്നെ ആരും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല. ആണോ? സത്യം പറഞ്ഞ മമ്മിക്ക് അഭിനയിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? അത് മാത്രം വേണ്ട, എനിക്ക് ക്യാമറ ഫേസ് ഇല്ലാന്ന് അവരോട് പറയും. ഞാൻ കാറിന്ന് കുറച്ച് പറഞ്ഞു, മമ്മി കുറച്ച് സ്റ്റാൻഡ് ഇത് പിടിവിട്ടാ പോലെ പോയേ. അത് പേടിച്ചിട്ട് ഞാനിങ്ങനെ 50 കിട്ടിക്കഴിഞ്ഞാൽ 25 കിട്ടിയെന്ന് പറയുള്ളൂ മമ്മിയുടെ അടുത്ത്. മമ്മി ആൻഡ് മീനായി തിരിച്ചായി. മമ്മി ആൻഡ് മീലൻ നമ്മുടെ കുട്ടിയുടെ തസ്നി ചേച്ചിയും അമ്മയാണ്. നമസ്കാരം. നമസ്കാരം. മമ്മിക്ക് ആഗ്രഹമായിരുന്നോ ചേച്ചീനെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ കാണണമെന്നൊക്കെ? പിന്നെ ഈ ഒരു ആഗ്രഹത്തിലാണ് വന്നത് ചേച്ചി? പിന്നെ മമ്മിയുടെയും നമ്മുടെ പാരന്റ്സിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയല്ലേ ഞാൻ വന്നത്. എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ നമുക്ക് എങ്ങനെ വരും, ഏത് രീതിയിൽ കൂടെ വരുന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. പക്ഷെ ഇവര് മമ്മി ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. നാടകത്തിന് ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അമ്മയുടെ ഷോ ഞങ്ങളുടെ കുടുംബസമേതമുണ്ട്, അവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വേണോ വേണ്ടയോ ഒന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ അല്ല, എനിക്ക് തോന്നുന്നു ആൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല, ഒരു പ്രാവശ്യം വീണതാണ് ഡാൻസ് ചെയ്തിട്ട് കല്യാണ വീട്ടില്. ആണോ? ഒരു കുട്ടി പാസ് ചെയ്തതാണ്, ഇതേ കിടക്കുന്ന താഴെ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വന്ന്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. പക്ഷെ പുള്ളിക്കാരി നല്ലൊരു കലാകാരി ആയതുകൊണ്ടാണ് എനിക്ക് പാരമ്പര്യമാണ് ഇങ്ങോട്ട് കിട്ടിയേക്കുന്നത്. അത് അത്രേ ഉള്ളൂ. അതെ അതെ അതെ. ഓക്കെ, ഡാൻസ് ഒക്കെ പ്രാക്ടീസ് കഴിഞ്ഞോ? ഇല്ലല്ലോ, ഒന്നും വേണ്ട. പാട്ട് കിട്ടിയ ഏത് പാട്ട് കിട്ടിയാലും കൊറിയോഗ്രാഫി അങ്ങനെയാണ്. പഠിച്ചിട്ടുണ്ടോ മമ്മി? മമ്മി പഠിച്ചിട്ടുണ്ട്. ആണോ? ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കലൊക്കെ കുറച്ച്. കാരണം ഇവരുടെ ആ സമയത്ത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ലല്ലോ ആരും. അപ്പം കഴിവുണ്ട്. അപ്പം കുറച്ച് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുമല്ലോ, സ്കൂളുകൾ ഒക്കെ മമ്മി പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മമ്മിക്ക് അങ്ങനെ എത്താൻ പറ്റാത്ത ഒരു പൊസിഷനിലേക്ക് മോളെ എല്ലാ അമ്മമാരുടെയും ആഗ്രഹം. എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ചേച്ചി വന്നത് അല്ലേ? തീർച്ചയായിട്ടും. ആക്ച്വലി ഇപ്പോ മമ്മി ആ സമയത്തൊക്കെ കുറച്ചും കൂടി പുറകിലേക്കാണല്ലോ ചേച്ചിയൊക്കെ ഇൻഡസ്ട്രിയിൽ വരുന്നത്. ആ സമയത്ത് ഇങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ പറഞ്ഞു വിടുക എന്നുള്ളത് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. അപ്പൊ മമ്മി അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത്, എങ്ങനെ വിട്ടത്? അതൊന്നും നോക്കിയില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പോയി. ആണോ? എതിർപ്പുണ്ടായിട്ടും മമ്മി അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾക്ക് ഇഷ്ടം അതല്ലേ, അവളുടെ വഴി അതല്ലേ. സ്കൂളിൽ തന്നെ പരിപാടികളൊക്കെ സ്കൂളിൽ തന്നെ ഞാനെല്ലാം യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ തന്നെ മമ്മി അങ്ങനെ
ആരോ ഒന്നും മൈൻഡ് ചെയ്തില്ല മമ്മി, കസിൻസ് ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് അവരൊക്കെ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് പിന്നീട് കണ്ടത്. ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമാണെങ്കിലും പിന്നീട് പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. അതായത് നമ്മുടെ ബന്ധുക്കളാണ് എന്ന് പറയുന്നത് അഭിമാനത്തോടെ പറയുന്ന ഒരു ഇതിലേക്ക് എത്തി അല്ലേ ആ സമയത്ത്. കോമഡി ഒക്കെ അല്ലേ ചെയ്യുന്നത് ആ സമയത്ത്. അപ്പം എല്ലാവരും ചിരിക്കും, എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്ന നമ്മൾ സംഭവമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കസിൻസ് ഒക്കെ ഓരോ കല്യാണങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ പറയും, ആ തെസ്നീൻ്റെ കോമഡി കണ്ടോ, അയ്യോ നല്ല രസമായിരുന്നു, ചിരിച്ചിട്ടോ, സിനിമല കണ്ടു ചിരിച്ചിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ അവൾ പോയിട്ട് കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല പേരിൽ കൂടിയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമായപ്പോൾ പിന്നെ 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 പ്രശ്നം ഉണ്ടായില്ല. സത്യം പറഞ്ഞ മമ്മിക്ക് അഭിനയിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? മമ്മീനെ മിക്ക എൻ്റെ കൂടെ പണ്ടൊക്കെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് പള്ളി സീൻ അങ്ങനെയൊക്കെ ഉണ്ടാവും, കല്യാണ സീനുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അസോസിയേറ്റ് ഒക്കെ വന്ന് വിളിക്കുമ്പോൾ ആ മമ്മി ഒന്ന് വന്ന് നിൽക്കും. എൻ്റെ പത്മരാജന്റെ സിനിമയിലൊക്കെ പള്ളി സീനൊക്കെ ഉണ്ടായിരുന്നു. ഏതോ ഇതായിരുന്നു, ഗന്ധർവനാണോ മൂന്നാം പക്കാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് മമ്മിയോനായി അത് മാത്രം വേണ്ട, എനിക്ക് ക്യാമറ ഫേസ് ഇല്ലാന്ന് അവരോട് പറയും. അയ്യോ, അല്ല ഇത്ര ഡാൻസ് അറിയാം, ആ കലാവാസന ഉണ്ട്, വരാൻ ഇഷ്ടമല്ല. ആണോ? അതെന്താ അങ്ങനെ? അതറിയില്ല, എന്താന്നറിയില്ല. ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷെ ഡാൻസ് കളിക്കുമ്പോ സ്റ്റേജിൽ നിൽക്കണല്ലോ. സ്റ്റേജ് ഇഷ്ടാ, ഓ ക്യാമറയുടെ മുമ്പിൽ വരൂല. ഇപ്പൊ ഈ കോമഡിയുടെ കാര്യം പറയാം, കോമഡി പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം ചിലപ്പോ നമ്മള് കോമഡി ആയിട്ട് അത് പറയും, അത് അവർക്ക് ഫീൽ ചെയ്യണല്ലോ. അപ്പൊ ഇത് എവിടുന്ന കിട്ടിയ? മമ്മിയുടെ കയ്യിന്നാണോ? രണ്ടുപേരും. എൻ്റെ ഫാദർ മാജിക് ഒരു ഭയങ്കര ക്യൂമറിൽ കൂടെ അവതരിപ്പിക്കാം. ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ കഥകൾ പറയും. ആ ഐറ്റമിൻ്റെ കഥ പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ടാണ് ആ ഐറ്റം പ്രസൻറ്റ് ചെയ്യുക. അവതരണമാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം എന്ത് കാര്യങ്ങളും നമ്മുടെ കലയിൽ എന്താണെങ്കിലും കമ്പയർ ഇപ്പോൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ അവതരണം അതാണ് ആൾക്കാർ നോക്കുക. അവതരണം നന്നായി കഴിഞ്ഞാൽ ആ സംഭവം ഓക്കെയാണ്. അപ്പം എൻ്റെ ഫാദർ നന്നായിട്ട് അവതരിപ്പിക്കും. ഒരു ഐറ്റം നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ ആ ഐറ്റം അങ്ങ് കാണിക്കല്ല ചെയ്യുക, ആ ഐറ്റമിനൊരു കഥയുണ്ടാക്കും. ആ കഥ പറയുമ്പോൾ കുട്ടികൾക്കത് രസമായി തോന്നും. ഇപ്പം ഒരച്ഛൻ, അമ്മ, മോള്, മൂന്ന് പേര് കൈ ഓർത്ത് ദേ ഇങ്ങനെ ഒരു ഉത്സവ പറമ്പിൽ കൂടെ നടന്നു പോവുകയാണ്. ഒരു സുപ്രഭാതത്തിൽ നടുക്കളെ കുട്ടീനെ കാണാനില്ല. അച്ഛനും അമ്മ ഇങ്ങനെ കുറേ തിരഞ്ഞ്. അപ്പോൾ ഒരച്ഛൻ ടവലെടുക്കും, അമ്മ ടവലെടുക്കും. ഒരു കുട്ടി, അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ചെറിയ കുട്ടി ടവലെടുക്കും. കുട്ടി ടവലെടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് പറയും, ഇവർ മൂന്നുപേരും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്, പെട്ടെന്ന് കുട്ടീനെ കാണാനില്ല. അല്ല എല്ലാവരും തിരഞ്ഞു തുടങ്ങി. അപ്പോൾ കുട്ടീനെ കാണാനില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിൻ്റെ ടവൽ ഇങ്ങനെ ഉരുട്ടി അന്തരീക്ഷത്തിലേക്ക് വിടും. കുട്ടി പോയി. അപ്പൊ ഈ അച്ഛനും അമ്മയില്ലേ, ഈ അച്ഛൻ്റെയും അമ്മൻ്റെയും ഓരോ കയർ ആ ഒരു അറ്റം ടവലിന്റെ അറ്റം കെട്ടും, നടുക്ക് കെട്ടും. എന്നിട്ട് അതും ചുരുട്ടി മൈക്കയുടെ അവിടെ ഇങ്ങനെ വെക്കും. അപ്പൊ അത് വെച്ച് കഴിഞ്ഞിട്ട് പറയും, അങ്ങനെ ഇങ്ങനെ തെരഞ്ഞു കഴിയുമ്പം അച്ഛൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുട്ടിയെ കിട്ടണേ, 1 2 3 എന്ന് പറയുമ്പോൾ തന്നെ ഇതിങ്ങനെ എടുത്തു കഴിയുമ്പം അച്ഛനും അമ്മയും അപ്പുറം കുട്ടി നടുക്ക് ഇങ്ങനെ 3 കെട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു ഐറ്റമാണ്. ഒരു ഐറ്റം അങ്ങനെ കാണിച്ചാൽ മതി. പക്ഷെ അതിനൊരു കഥ ഉണ്ടാക്കി കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആവും. അതാണ് അവതരണം. അതായത് ഇപ്പൊ ഞാൻ ചേച്ചി പറയുന്ന സമയത്ത് എന്റെ മൈൻഡിൽ കറക്റ്റ് ആയിട്ട് ആ 3 കർച്ചീഫ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഊതി കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് പോയി, വീണ്ടും ആ കെട്ട്. അപ്പൊ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിസ്സാര ഐറ്റമാ അത്, എന്ത് കാര്യം. അതെ, ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മളതിങ്ങനെ ചോദിച്ചു വരുമ്പോഴുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അത് നന്നാക്കി കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് എന്ത് കാര്യം ഞാൻ അങ്ങോട്ട് മോളോട് പറയുന്നതും അത് എൻ്റെ സംസാരത്തിൽ കൂടെ അത് നന്നാക്കി തരണം. ഒരു കഥ പോലെ നമ്മളത് പറഞ്ഞിരിക്കണം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അതാണ്. അതേപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ബിഹേവിങ് ആണ് സിനിമ. അല്ലാണ്ട് നമ്മൾ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞിങ്ങനെ പറയാതെ നമ്മൾ എങ്ങനെ അത് കേൾക്കുന്നത്, അത് നമ്മളായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴാണ് അത് നന്നാവുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പഠിച്ചൊക്കെ ഞാൻ പഠിച്ചതാട്ടോ വന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന്. അല്ലെ എനിക്കിതൊന്നും അറിവുണ്ടായിട്ട് വന്നതല്ല, നമുക്ക് എക്സ്പീരിയൻസിൽ കൂടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ചേച്ചിക്ക് എത്ര സിബ്ലിങ്സാ ഉള്ളത്? എനിക്ക് ആകെ ഒരാളേ ഉള്ളൂ. തെസ്നി ആൻഡ് സഫ്നി. അനിയത്തിന്റെ പേര് ജിഞ്ചു എന്നാ വിളിക്കുക. ചേച്ചിനെ എന്താ വിളിക്കുന്നത് വീട്ടില്? എന്നെ വിളിക്കുക തെസു. എന്നെ നല്ല ഇഷ്ടമുള്ള ഒരു തെസു എന്ന് വിളിക്കും. എല്ലാവരും തെസ്സിന്ന് വിളിക്കും. മമ്മിയൊക്കെ തെസ്സിന്നാ വിളിക്കുക. മമ്മിയുടെ അനിയത്തിമാരൊക്കെ തെസ്സിന്നാ വിളിക്കുക. തെസ്നിന്ന് വിളിക്കും, ടെക്നിക്കെന്നും വിളിക്കും. കളിയാക്കി വിളിക്കുന്നതാണോ? അത് മിമിക്രിക്കാരി. ഇപ്പൊ ഇവർ രണ്ടുപേരും അനിയത്തിയാണോ? സിസ്റ്റർ അനിയത്തിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരിൽ ആരായിരുന്നു കൂടുതൽ കുസൃതി കുഞ്ഞില്? കൂടുതൽ വഴക്കാളി ചേച്ചി തന്നെയായിരുന്നു. വഴക്കാളിയല്ല, എന്നാലും സ്മാർട്ടും കലാപരമായിട്ട് ചെറുപ്പത്തില് കണ്ണാടിയിൽ നോക്കി തോർത്ത് മുണ്ട് വെച്ച് ഡാൻസ് ചെയ്യലും
അമ്മായിട്ട് അഭിനയിക്കലും ഒക്കെ ഒരു 3 വയസ്സ് 4 വയസ്സിലേ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ കുട്ടിക്ക് ഇടാവുന്നില്ല. ആണോ? അത് നന്നായിട്ട് പാടും, പിന്നെ പഠിപ്പിച്ചിട്ടാ. ഓക്കെ. മമ്മി പാടുവോ? ഇല്ല. മമ്മിക്ക് ഡാൻസിനോടാണല്ലേ മമ്മിക്ക് ഇഷ്ടം. പണ്ട് പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ ഡാൻസ് ഒക്കെ? അല്ല, മമ്മിനെ പഠിപ്പിച്ചിട്ടില്ല. മമ്മിനെ പഠിപ്പിക്കാൻ കലാമണ്ഡലം ചന്ദ്രിക മിസ്സിന്റെ അടുത്ത് വിട്ടിട്ടുണ്ട്, കോഴിക്കോട്. കാലിക്കറ്റുകാരാ, ശരിക്കും പ്രോപ്പർ കോഴിക്കോട്ടുകാരാണ്. അല്ലാതെ മമ്മി പഠിച്ചിട്ടില്ല. മമ്മി ഏതൊരാലും ഇപ്പം TV ഇരുന്ന് ഇപ്പൊ വയ്യെങ്കിലും TV ഇരുന്ന് കാണുമ്പോൾ TV ഡാൻസ് കാണുമ്പോൾ അവിടെ ഇരുന്ന് മമ്മി സ്റ്റെപ്പ് ഇടും, വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ നിൽക്കുന്നത് ശരിക്കും. അതെ, കൂടെ സപ്പോർട്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ആ സമയത്ത് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാനേ പറ്റില്ല. അഴകിയ ലൈല പാടിയിരുന്ന ഈ മോന്തര ചിരിച്ചുപോയി. അത് കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുന്ന കുട്ടിയാ, അതിന് ചിരിച്ചു വയ്യ. പാട്ട് പാടുമ്പോ ഞാൻ ഡാൻസ് ചെയ്യാം. സത്യം പറഞ്ഞ നമ്മളില്ലേ ഒതുങ്ങിയിരിക്കുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണല്ലേ. വീട്ടിൽ ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ സിൽഫിക്കർ അല്ല, അതാണ് ലൂസിഫർ. സിനിമയാണോ? സിനിമയുടെ ആ സിനിമ തന്നെ വെച്ചിരുന്നത്. അപ്പൊ അതിലുണ്ടല്ലോ ഞാൻ സുൽഫിക്കർ നിങ്ങളുടെ ഏതോ കസിനാന്ന് വിചാരിച്ചു. ഒരിക്കലല്ല, എല്ലാം തെറ്റിച്ചപ്പോഴല്ലോ പിഷാരടീനെ ശങ്കരാടിന്ന് വിളിക്കുള്ളൂ. എത്ര എന്തുണ്ടെങ്കിലും ശങ്കരാടിയേ നിന്നെ കണ്ടിട്ട് എത്ര കാലം. അതേപോലെ അജയ് ഇല്ലേ, ഉണ്ടപ്പക്രുവിനെ, അതിന് മമ്മി വിളിക്ക കുക്കമ്പറേന്നാ. കുക്കുംബറോ? അങ്ങനെ മമ്മി എല്ലാരും പേര്. പക്ഷെ അവരൊക്കെ അത് എൻജോയ് ചെയ്യും. അതാണ് അതെന്താ, നമുക്ക് ബോഡി ഷേമിങ് അങ്ങനത്തെ കാര്യം. അപ്പൊ അമ്മമാര് നമ്മളെ പലതും പറയും, നമുക്ക് ആ ഫീൽഡിൽ നീ ഒരു സ്റ്റെബിലൈസർ ആണ്. അത് സ്റ്റെബിലൈസറോ? അത് എന്താന്ന് മനസ്സിലായോ? സെലിബ്രിറ്റി ആണ്, നമ്മളത് മനസ്സിലാക്കി എടുക്കണം. മിമിക്രി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രിയാണ് നടന്നത്. ഇന്നലെ രാത്രി ഞാനൊരു 9 കിടക്കാൻ പോയി. ഞാൻ വേഗം കിടന്ന് അമ്മേനു വേഗം വാ മധുമോഹൻ മരിച്ചു, വേഗം വാ എന്ന് പറഞ്ഞു. മധുമോഹൻ സാറോ? അപ്പൊ ഇതിനു മുമ്പ് മധുമോഹൻ സാറ് മരിച്ചു എന്ന് ഇങ്ങനെ വെറുതെ ഫേക്ക് ന്യൂസ് വന്നു. അപ്പൊ മനോരമ ചാനലിൽ തന്നെ വിളിച്ചിരുന്നു. തസ്നി, ഈ മധുമോഹന്റെ നമ്പർ ഉണ്ടോ കയ്യില്? പുള്ളി മരിച്ചു എന്നിങ്ങനെ, അത് സത്യമാണോ? ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗ്യത്തിന് മദ്രാസ് നമ്പർ കയ്യിലുണ്ടായിരുന്നു സാറിന്റെ. ഞാൻ വേഗം സാറിനെ വിളിച്ചപ്പോ എന്താണ് സ്നീ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ മരിച്ചു, ജീവിച്ചിരിപ്പുണ്ട്, അവര് ഫേക്ക് ന്യൂസ്. ഞാൻ സാറേ മനോരമ വിളിക്കട്ടെ, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാറേ. അവര് വിളിക്കട്ടെ, എനിക്ക് കുറച്ചും കൂടി എന്റെ ആയുസ് കൂടി കിട്ടി. സാറ് പറയാം, എന്റെ ആയുസ് അങ്ങനെ പറയുമ്പോ എന്റെ ആയുസ് കൂടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പൊ ഈ മമ്മി ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇനിത് സത്യം ഓടി വന്നപ്പോ മൻമോഹൻ സിംഗ് സാറാണ്. വായിച്ചതാണോ ഫോണില്? എല്ലാ ടിവിയില് കണ്ടതാണ്. മനുഷ്യനെ രാത്രി 10:30 ന്യൂസ് കാണും അല്ലേ? പക്ഷെ കാണുന്ന ന്യൂസ് ഇങ്ങനെയല്ലേ. അതേപോലെ വല്ല ഫംഗ്ഷൻ ഒരുങ്ങി പോകുന്നിട്ട് പറയും, നീ ഒരു സ്റ്റെബിലൈസർ ആന്നുള്ള കാര്യം മറക്കരുത്, മര്യാദയ്ക്ക് ഒരുങ്ങിയിട്ടൊക്കെ പോയിക്കൊള്ളണം എന്ന് പറയും. അപ്പൊ സെലിബ്രേറ്റ് ചെയ്യാന്ന് എനിക്ക് മമ്മി അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മമ്മിയുടേതായ ഇംഗ്ലീഷ്. സത്യം പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നമ്മൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് കൂളായി പോകും. ഈ സെറ്റിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സെറ്റിൽ അങ്ങനെയൊന്നും മമ്മി ഭയങ്കര അടങ്ങി ഒരുങ്ങിയിരിക്കും. അല്ലെങ്കിൽ മമ്മി ആദ്യം ഞാൻ വന്ന കാലങ്ങളിലൊക്കെ സെറ്റിൽ വരും, പിന്നെ മമ്മി റൂമിൽ ഇരിക്കുള്ളൂ. ഞാൻ സെറ്റിൽ പോയിട്ട് വൈകുന്നേരം റൂമിലോട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഇത്തിരി മേക്കപ്പ് ഇടി, ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ട് പോകും. അപ്പൊ ഒരു KPSലൊക്കെ ഉള്ള സെറ്റാണ്. ഏത് പടാന്ന് എനിക്ക് ഓർമ്മയില്ല, സത്യനന്ദിക്കാണ്ട് ഏതോ സിനിമയാണ്. അപ്പം ഞാൻ പാവപ്പെട്ട ഫുൾ സ്കർട്ടും ബ്ലൗസും പാവപ്പെട്ട ക്യാരക്ടറാണ്. അപ്പൊ ഞാനിങ്ങനെ എന്തോന്ന് അങ്ങനെ പോയി, എടി നീ എവിടെ വന്നേ, ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ട് പോകുന്നത്. അപ്പൊ ലളിത ചേച്ചി ഇങ്ങനെ നോക്കി, അവക്ക് മേക്കപ്പ് ഒന്നും ഇതിൽ വേണ്ട, എന്നാലും ഒത്തിരി ലിപ്സ്റ്റിക് ഇട്ട് പോയി. ലളിത ചേച്ചി ചിരിച്ചിരിച്ച് മതിയായി. അങ്ങനെയൊക്കെയുള്ള ഒരുങ്ങി കാണാൻ. അത് മാത്രല്ല, മമ്മിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആപ്പിള്, ഓറഞ്ച്, മുന്തിരിങ്ങ ഇതൊക്കെ കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ മുറിച്ചിട്ട് ഈ എല്ലാവർക്കും കൊടുക്കും. എനിക്ക് മാത്രല്ല അവിടെ ഉള്ളവർക്കും ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഭക്ഷണ പ്രിയാണ് ഭയങ്കര. കുക്ക് ചെയ്യോ? നന്നായിട്ട് കുക്ക് ചെയ്യും. മമ്മിയുടെ കുക്കിംഗ് ആണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ഞാനും ചെയ്യും. അതെ. പിന്നെ നമ്മള് ഇൻഡസ്ട്രിയിൽ വന്നു കുറച്ച് നാൾ കഴിഞ്ഞു, പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്നതാണ് ഇനി ഒരു കല്യാണം അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടേന്ന്. പക്ഷെ ചേച്ചി വേറെ രീതിയിലാണ് ചിന്തിച്ചത്, അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ, കുടുംബത്തിന്റെ ബാധ്യതകൾ തന്നെയാണ്. അതെ, അത് ചേച്ചിയിലേക്ക് വന്നു. അപ്പൊ ആ ഒരു സമയമൊക്കെ എങ്ങനെയാ ഓർക്കുന്നത്? ഇല്ല, ഞാനതൊക്കെ മറന്നു. എനിക്ക് അതിനേക്കൊന്നും ചിന്ത പോയിട്ടില്ല ഇതുവരെ. എൻ്റെ സിസ്റ്റർ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ചു. തൊടുപുഴയിലാണ്, നല്ലൊരു ഹസ്ബൻഡാണ്, 3 മക്കളുണ്ട്, ഒരാൾ എഞ്ചിനീയറാണ്.
രണ്ടാമത്തെ ആള് ഭാരതമാതയെ പഠിക്കുന്നു. ഇവിടെ അമൽ ഒന്ന് അമീർ, ഒന്ന് അബി, അങ്ങനെ 3 പേര്. ഒരാൾ 8th സ്റ്റാൻഡേർഡിൽ, ഇളയത് 8th സ്റ്റാൻഡേർഡിൽ. അപ്പൊ അവള് നല്ല ലൈഫാണ്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ പാരൻസിന്റെ കൂടെയാണ്. എനിക്കും സന്തോഷം തന്നെയായി. ഇപ്പം എൻ്റെ ജീവിതം ഇപ്പൊ ടെൻഷനൊന്നുമില്ല, നല്ലതാണ്, ഇങ്ങനെ പോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. അല്ല, സംഭവം സത്യമാണ്. കാരണം കല്യാണം എന്നുള്ളത് വലിയൊരു കാര്യമല്ലാന്നും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അത് വെറുതെ തോന്നുന്നു. കല്യാണം കഴിച്ചാലേ ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ കുറെ പേരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ചേച്ചിയുടെ ഒക്കെ ഒരു ആ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കാലത്ത് ഒരു 18-19 വയസ്സിൽ കല്യാണം കഴിച്ചെങ്കിൽ അത് മസ്റ്റാണ്, കല്യാണം വേണം. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇങ്ങനെ നിന്ന് പോയത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. അത് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ പോയി, അതൊക്കെ ഒരു കഥ അങ്ങനെ പോയി. മമ്മി പറയാറില്ലേ അപ്പോ ആ സമയത്തൊക്കെ? അപ്പോഴാ ചോദിക്കാറില്ല ഇത്രയും ഇനിയിപ്പോ എന്തായാലും ചെറുതല്ലേ, ചെറുപ്പമുള്ളത് വലുതായപ്പോ പറഞ്ഞില്ലായിരുന്നോ ഇനി നമുക്കൊരു കല്യാണമൊക്കെ നോക്കാം? സാധാരണ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ, പതുക്കെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോ വന്നിട്ട് നമുക്ക് എന്നാ ഇനി ഒരു പ്രപ്പോസൽ ഒക്കെ നോക്കിയാലോ, അങ്ങനെയൊക്കെ. അല്ല, നിക്കാഹ് വരെ എത്തി, നിക്കാഹ് പോലെ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പുള്ളി ഒരു ഭയങ്കര ഒരു ഫ്രോഡാന്നുള്ളത് മനസ്സിലായപ്പോ തന്നെ നമ്മൾ ഒരു മാസം കൊണ്ട് കട്ട് ചെയ്തു. ഞാൻ അന്വേഷിച്ചപ്പോ പിന്നെ പേടി പിടിച്ചു. അതിലേക്ക് മുന്നോട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ആ ചാപ്റ്റർ പിന്നെ വിട്ടു. മമ്മി, നമ്മുടെ ഇപ്പൊ ലൈഫ് കുറെ നാളിങ്ങനെ വന്നു, ആ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയം എപ്പോഴായിരുന്നു? ബുദ്ധിമുട്ടോ? മാജിക് കാലത്ത് സമയത്ത് ഞങ്ങൾ പഠിക്കുമ്പോ പിള്ളേരായിരുന്നു അല്ലേ? മാജിക് കൊണ്ട് മാത്രമുള്ള വരുമാനമല്ലേ. ഫാദറിന്റെ മാജിക് എല്ലാ സ്ഥലങ്ങളിലും മാജിക് ചെയ്ത്, അതുകൊണ്ടല്ലേ ഞങ്ങളെ റെന്റിനാണ് താമസിക്കുന്നത്. ഇങ്ങനെ മാറി മാറി പോവും. അതെയോ, കേരളം മുഴുവനും ഇങ്ങനെ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയല്ലേ. അപ്പൊ അങ്ങനെ സ്വന്തം വീട് കാലിക്കറ്റാണ്. കോഴിക്കോടാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലത്ത് മാജിക് ഷോ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കും. ഞാൻ കാലിക്കറ്റിലായിരുന്നു, ഞാൻ മമ്മിയുടെ തറവാട്ടിലാണ് ഞാൻ നിന്നത്. 4th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവിടെ പഠിച്ചത്, പ്രൊവിഡൻസിൽ കോഴിക്കോട്. അപ്പൊ അവിടെ പഠിച്ചതുകൊണ്ട് മമ്മി സെഫ്നി അനിയത്തി ഡാഡിയും കൂടിയാണ് എല്ലാ സ്ഥലത്തും മാജിക്കിന് പോണത്. അവള് കുട്ടിയല്ലേ, സ്കൂളിൽ ചേർന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ആ ഒരു വരുമാനമാണ്. പക്ഷെ ഞങ്ങൾ പിന്നെ സ്കൂളിൽ ചേർന്ന് ഇവിടെ എറണാകുളം സെറ്റിലായി കഴിഞ്ഞപ്പോൾ യൂത്ത് ഹോസ്റ്റലിനൊക്കെ വന്നപ്പോഴും ഞാൻ വരുമാനം മാജിക് തന്നെയല്ലേ. അപ്പൊ മമ്മി എന്ത് ചെയ്യും, യൂത്ത് ഹോസ്റ്റലിനൊക്കെ പോകുന്ന സമയത്ത്, ഒന്നാമത് കോൺവെന്റിലാണ് പഠിക്കുന്നത്. കോൺവെന്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഹോസ്റ്റലിൽ പോകുമ്പോൾ സിസ്റ്റേഴ്സ് പറയും, ഡിസ്ട്രിക്ട് ഫസ്റ്റ് കിട്ടി, ഇനി സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ 500 അടയ്ക്കണം, നമുക്കൊരു കാര്യം കുറേ ക്യാഷ് വേണം. അപ്പം മമ്മിട്ട് നമുക്ക് ടെൻഷനാണ്, കാരണം നമ്മൾ വാടക ഓടിക്കേ പഠിപ്പിക്കേ എന്താ ചെയ്യേണ്ടത്. അപ്പം മമ്മി എന്ത് ചെയ്യും, വളയോ മാലയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ബാങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. നമ്മൾ കോൺവെന്റാണ്, കോൺവെന്റിൽ ഭയങ്കര ചിലവാണല്ലോ. പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് അത്യാവശ്യം അപ്പം ഷൂ, സോക്സ്, ടൈ, യൂണിഫോം, പിന്നെ സ്കൂൾ ബസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അപ്പോഴൊക്കെ വെല്ലായിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷെ മമ്മിയുടെ വീട്ടുകാരും നല്ല കാശുകാരാണ്, ഫാദറിന്റെ വീട്ടുകാരും നല്ല കാശുകാരാണ്. പക്ഷെ എൻ്റെ ഫാദർ രണ്ടുപേരോടും ഒന്നും വേണ്ട, നമ്മുടെ കുടുംബം, നമ്മുടെ ലോകം, അതാണ് പുള്ളിയുടെ ഒരു തീം. അപ്പൊ മമ്മി പറഞ്ഞില്ലേ, അറ്റ്ലീസ്റ്റ് നമ്മുടെ പിള്ളേരെ വളർത്താൻ നമുക്ക് ഇപ്പൊ ആക്ച്വലി ഭൂസ്വത്ത് അല്ലെങ്കിൽ നമുക്ക് വരുന്നത് നമുക്ക് അവകാശമുള്ളതല്ലേ. മമ്മി ഒന്നും ചോദിച്ചില്ല? കുഴപ്പമില്ല, മമ്മി അഡ്ജസ്റ്റ് ചെയ്യും. മമ്മി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മമ്മിയാണ് എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിച്ചു പോകുന്നു, ജീവിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ബുദ്ധിമുട്ടുകൾ സമ്പാദ്യം ഇല്ല കേട്ടോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര എടുത്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഒരു എന്തെങ്കിലും ഒരു മെയിൻ അന്ന് അത്തരം മെയിൻ ആവശ്യങ്ങളും ഇല്ല, ഒന്നുമില്ല. മമ്മിയുടെ പാപ്പ മമ്മിക്ക് കുറെ സ്വർണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ 60-65 സ്വർണ്ണം ഉണ്ടായിരുന്നു. ഓരോന്നും പണയം വെക്കും, അല്ലെങ്കിൽ വിൽക്കും ഓരോ ആവശ്യങ്ങൾക്ക്. പിന്നെ വാപ്പിന്റെ അടുത്ത് പോകുമ്പോൾ വാപ്പ തരും. അപ്പം തറവാട്ടിൽ പോകുമ്പോ അവരെന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ പിന്നെ ഞാൻ സിനിമയിൽ വന്നേ പിന്നെയാണ് പിന്നെ എന്റെ ബാധ്യത വെച്ചാൽ ഈ പണയം വെച്ചൊക്കെ എടുക്കാനായിരുന്നു ബാധ്യത. ഇതൊക്കെ ഇങ്ങനെ പലിശയുടെ പലിശയൊക്കെ ആയിട്ട്. അപ്പൊ പിന്നെ ഓരോ സിനിമ കഴിയുമ്പോഴും കിട്ടുന്ന എമൗണ്ട് വേഗം ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കും. എനിക്ക് അതേ ബാധ്യതയായിട്ടുണ്ടായിരുന്നു. ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ മമ്മി തന്നെയായിരുന്നു ഞാൻ നോക്കിയതുകൊണ്ടാണ് നന്നായി വന്നതല്ല. കാരണം ഭയങ്കര ലാവിഷാ. ആദ്യമൊക്കെ മമ്മിന്റെ അടുത്ത് കൊടുക്കും, അപ്പൊ മമ്മി ഭയങ്കര മമ്മി 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കടം മേടിച്ച് ചെലവാക്കും. ആണോ? സമ്മതിച്ചു. പക്ഷേ കേട്ടോ, പക്ഷെ സാധാരണ നേരെ തിരിച്ചാ. ഇവളുടെ കയ്യിൽ പൈസ ഇരുന്നാ ചെലവാകും, ഞാൻ സൂക്ഷിക്കാന്ന് പറയുന്ന അമ്മമാരല്ലേ. 50,000 കിട്ടിയ ഞാൻ അങ്ങനെ നല്ലത്
എനിക്ക് 40,000 ഉറുപ്പ്യ ഇട്ടത് തന്നെയല്ലോ. അതെ, എന്താ ചെയ്യാ, ഷോപ്പിംഗ് ആണോ? ഇല്ലില്ല. ചോറ് കൂട്ടാനില്ലാത്തവർക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും, ഡ്രസ്സ് എടുത്ത് കൊടുക്കും, കുട്ടികൾക്ക് എന്താ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കും, പുസ്തകം ഇല്ലാത്തവർക്ക് പുസ്തകം. നമ്മുടെ വീട്ടിൽ എന്താ നോക്കില്ല. കൊറേ നാൾക്ക് ശേഷാ ഒന്നുമില്ല, ആദ്യ കാലങ്ങളിലാ പറയുന്നത് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാരും ആർക്കും പട്ടിണിയില്ലാത്ത വീടുകളൊന്നും ഇല്ല. ആദ്യ ബുദ്ധിമുട്ടുള്ളവരെ ബുദ്ധിമുട്ട് തീർക്കും, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കും കഴിക്കാന്. കസിൻസിന്റെ കുട്ടികൾക്കൊക്കെ വിരുന്ന് എപ്പോഴും വീട്ടിൽ ഗസ്റ്റാ. കോഴിക്കോട്ട് നിന്ന് നമ്മുടെ അനിയത്തിമാരും മക്കളും ഒക്കെ വന്നിട്ട് കുഞ്ഞി വാടക വീടല്ലേ, എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കിടക്കുക. അപ്പൊ അത് ഭയങ്കര ചെലവല്ലേ, ഗ്യാസല്ല, സ്റ്റൗവാണ് മണ്ണെണ്ണ ഒഴിച്ചിട്ടുള്ള. അപ്പം ഈ എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ. ഞാനിപ്പൊ ഇരുന്ന് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഈ മമ്മി എങ്ങനെയാ അത് അഡ്ജസ്റ്റ് ചെയ്തെന്ന് ഓർക്കും. അത് ശരിയാ. പക്ഷെ എന്നിട്ട് പറയും ഞാൻ ലാവിഷ് അത് സമ്മതിക്കുന്നുണ്ട്. ഇത് ഇത്രയും സാധനങ്ങൾ ഇല്ലാതെ ഇത് മീറ്റ് ചെയ്യേണ്ട ഈ എക്സ്പെൻസ് അല്ലേ. വെച്ചിട്ട് ഇതൊക്കെ ചെലവാക്കാം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ ഇപ്പൊ ഞാൻ 25 കിട്ടി ഇപ്പഴാ ഞാൻ പറയാൻ തുടങ്ങിയത്. 25 50 കിട്ടി കഴിഞ്ഞാൽ 25 കിട്ടിയെന്നേ പറയുള്ളൂ മമ്മിയുടെ അടുത്ത്. മമ്മി ആൻഡ് മീനായി തിരിച്ചായി. അല്ല, അങ്ങനെ നിന്നാലേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ആയത്. ഞാൻ അങ്ങനെ പിടിച്ച് 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 നിന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് ലാവിഷായി പോകും നമ്മുടെ കാര്യം. മമ്മി അതാ പറയുന്നത്. അതൊക്കെ നമുക്ക് കയറി കിടക്കാൻ ഒരു ഇപ്പൊ വീടുണ്ട്, വീടില്ലാത്തവർക്ക് കൊടുക്കണ്ടേ, ഒരു നേരം ഭക്ഷണം കൊടുത്ത അത്ര ആയില്ലേ. അല്ല, ഇപ്പൊ ചേച്ചി ഇപ്പൊ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോ അപ്പൊ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഒരെണ്ണം വാങ്ങിക്കണം, കാരണം നമ്മളിങ്ങനെ പൈസ സമ്പാദിക്കുന്നുണ്ട്. പറയാൻ എളുപ്പാ, അത് പറയൊക്കെ ഉണ്ട്, പറയാതിരിക്കുന്നൊന്നുമില്ല. തമിഴിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു താമസിച്ചത് വാടകയ്ക്ക്. അതെ, അവിടെ തന്നെ നമ്മള് സ്വന്തമായിട്ട് വീട് വാങ്ങിച്ച് അവിടെ തന്നെ. ആണോ? അതെ, ഞങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മമ്മി ഇങ്ങനെ അന്വേഷിച്ച് പോവാ നല്ല വേറെ നല്ല. നമ്മുടെ വീട് ഒരു 12,000-16,000 രൂപ വാടകയ്ക്ക് ആക്കിയപ്പോ മമ്മി അന്വേഷിച്ച് പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു പറമ്പിൽ ഇങ്ങനെ കുഴി കുത്തുന്നു. അപ്പൊ എന്താ ഇവിടെ പണിയുന്നത്, എന്താ മമ്മി അങ്ങനെയൊക്കെ പിടിക്കുക. ഇപ്പഴാണ് അതല്ല, എനിക്ക് മനസ്സിലായി. മമ്മീനെ ഇങ്ങനെ ഒന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മമ്മി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സെറ്റാക്കി. അപ്പൊ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് പണിയാൻ പോവാണ്, ഇപ്പൊ ആരാണ് എന്താന്നൊക്കെ ചോദിച്ചു. അങ്ങനെ മമ്മി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു. അങ്ങനെ ഓഫീസിൽ പോയി. അങ്ങനെയാണ് അത് പണിയുന്ന സമയത്ത് തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട്. അപ്പൊ ഞാൻ പടങ്ങൾ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അത് നമ്മൾ മിച്ചം പിരിച്ച് അത് വാങ്ങിച്ചത്. സന്തോഷായോ? അപ്പോ അവിടെ സന്തോഷ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ആണോ? തിന്നാളൊക്കെ കൊടുക്കും. ഭക്ഷണം പ്രിയയാ. ഭക്ഷണം എല്ലാവർക്കും. ആരെങ്കിലും വിശന്നിരിക്കാൻ ആരും മമ്മി വാച്ച്മാൻ ആണെങ്കിലും വിളിച്ച് ചോദിക്കും. അങ്ങേർക്ക് സമയത്ത് ഭക്ഷണം കൊണ്ടുവരുന്ന സ്ഥലമൊക്കെ ഉണ്ട്. എന്നാലും മമ്മി ചോദിക്കും വല്ലതും കഴിച്ചു കഴിഞ്ഞ് തികയാണ്ടുണ്ടോ, എന്തെങ്കിലും വേണോന്നൊക്കെ. അത് പണ്ടത്തെ ആളുകളുടെ ഒരു രീതി. നമ്മളാണെങ്കിൽ നമുക്കറിയാം അവർ കഴിച്ചിട്ടുണ്ടാവും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോവുകയും ചെയ്യും. അത് ശരിയാ. മമ്മി ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ വഴക്ക് പറയാൻ എന്തിനാ? അമ്മേ കാര്യമായിട്ടുള്ള വഴക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കൂൾ മമ്മിയാണ്. വഴക്കിനുള്ള ഒരു സാധ്യത. വഴക്കല്ല, സ്വാർത്ഥത ഉണ്ട് ഭയങ്കര. എന്നെ ആരും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല. ആണോ? എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ബോണ്ട് കുറെ കാലമായല്ലോ. സാധാരണ ഇപ്പൊ നമ്മൾ വേറെ ഫാമിലി ആയി പോയി കഴിഞ്ഞാൽ ഇതങ്ങ് കുറഞ്ഞു പോകും. കൂടുതൽ ആരെയും എന്നോട് അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ സൂയാണ് ഭയങ്കര. ആണോ? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ. ചെറുതോരൊന്നും പറയാൻ പറ്റുമോ? അതെന്താ മമ്മി അങ്ങനെ പറയാൻ പറ്റൂല. അത് പറയാൻ പറ്റാത്ത സംഗതികളാണ്. മമ്മി എന്തോ ആലോചിക്കുന്നുണ്ട്. എനിക്കറിയില്ല, അത് സ്കിപ്പ് ചെയ്യാം. എനിക്കതൊന്നും ഓർമ്മയില്ല. പണ്ട് നടന്ന കാര്യങ്ങൾ വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ പറയാ. തിരിച്ചോ? നിങ്ങൾ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം ഉണ്ടാവുമല്ലോ. കുറെ തവണ ചോദിച്ചിട്ട് പോകണം. അതൊക്കെ ഞാൻ ചോദിച്ചു. അത് എത്ര വയസ്സായാലും അല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റേഡിയം വരെ പോവാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ വണ്ടി ഓടിക്കായിരിക്കും. അപ്പോഴേക്കും ഫോൺ വരും മമ്മി. എവിടാന്ന് ചോദിച്ചിട്ട്, അല്ലടി നീ ഇപ്പൊ എവിടെ എത്തി, എവിടാണ്, അങ്ങനെ അങ്ങനെ. അതേപോലെ അച്ഛൻ്റെ കൂടെ പണ്ട് അമേരിക്കൻ ഷോയ്ക്ക് പോയ സമയത്ത് ബോംബെ നിന്നാണ് പോണത്. അപ്പൊ ഇവിടുന്ന് എല്ലാവരും ട്രെയിനിലാണ്, അല്ലെ ഇവിടുന്ന് ഫ്ലൈറ്റിലാണ്. ഇവിടുന്ന് ഫ്ലൈറ്റിൽ എല്ലാവരും കൂടി കലാഭവനിൽ എല്ലാവരും കൂടി ബോംബെ ചെന്നിറങ്ങി. ബോംബെന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. ബോംബെയിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പൊ ഫോൺ വന്നിരുന്നു. അവിടെ ഇപ്പൊ രാത്രിയായോ പകലായോ? ബോംബെയിൽ മമ്മി
പുറത്തെവിടെ അങ്ങനെ പോയിട്ടില്ലേ? പോയിട്ടൊക്കെ ഉണ്ട്. വെറുതെ ബോംബെയിലൊന്നും ഞാൻ പോയിട്ടില്ല. അതാണ് ബോംബെ പോവാത്തോണ്ടോ. പക്ഷെ ഞാൻ അമേരിക്കയിൽ എത്തി. ബോംബെ എന്ന് പറഞ്ഞാലും ഇവിടെ ഞാൻ ദുബായി രാത്രി ആ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. പോയിട്ടുള്ളൂ. പിന്നെ തിരുവനന്തപുരം വരെ. എവിടെ കേരളത്തിൽ മൊത്തം പോയി കാണും ഏകദേശം അല്ലേ? ദുബായി ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ മിമിക്രിക്കാരും കൂടി ഭയങ്കര ചിരിയായിരുന്നു. മമ്മി ബോംബെയിലെത്തി ചോദിക്കുന്നത് അറിയാം അവിടെ രാത്രിയാണോ പകലാണോ. സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്. MG-യുടെ കൂടെ MG ശ്രീമാന്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ഞാൻ വരുന്നത് അദ്ദേഹം പറഞ്ഞു ഏഷ്യാനെറ്റിൽ. മമ്മീനെ കാരണം മമ്മീനെ കൊണ്ടുവന്നത് ഭയങ്കര എന്റർടൈൻമെന്റ് വേറൊന്നും വേണ്ട. അതെ അതെ. ഇന്നെ ഇപ്പൊ ആരാ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനിങ്ങനെ കൗമുദിയിൽ പാഷാണ ഷാജിയുടെ വർക്ക് ഇന്നലെ എനിക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ആഡിന്റെ ഷൂട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ഞാൻ മമ്മി അന്വേഷിക്ക് പോണ്ട്. മമ്മി വരുന്നുണ്ടാ? എന്നാ ചിരിച്ചു മതിയാവുമല്ലോ. അല്ല ഇപ്പൊ പക്ഷെ കുറച്ച് കൂളായിട്ടാ ഇരിക്കുന്നത്. ഞാൻ കാറിന്ന് കുറച്ച് പറഞ്ഞു, മമ്മി കുറച്ച് സ്റ്റാൻഡ്. അല്ല എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയാം. അതെന്താന്നറിയോ, ഞാൻ ചിലപ്പോ നോക്കുമ്പോ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കും. പിന്നെ ചേച്ചി അത് പറഞ്ഞു നിൽക്കുമ്പോ ഓക്കെ അത് കഴിഞ്ഞു ഇനി അത് പറയണ്ട ഇങ്ങനെ ഇരിക്കുന്നു. ഇത് പിടി വിട്ടാ പോലെ പോയേ, അത് പേടിച്ചിട്ട് ഞാനിങ്ങനെ പിന്നെ വായിന്ന് പോയാ പിന്നെ ഞങ്ങൾ എയറിലാണ് പിന്നെ എയറിലാണ് തഗ്ഗാണ്.